Hi guys, my name is Meety Jenny and we are here at Zaya to talk about all things fashion. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ അണ്ടർടോൺസ് ആണ്. സ്കിൻ അണ്ടർടോൺസ് എന്താണ്, നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്, പിന്നെ ഈ സ്കിൻ അണ്ടർടോണിന്റെ ആ ഒരു തിയറി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ തന്നെ ഡ്രസ്സോ നിങ്ങളുടെ മേക്കപ്പ് നിങ്ങളുടെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസറീസ് ഒക്കെ എങ്ങനെ കുറച്ചുകൂടെ ബെറ്ററായി നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളെ പറയാൻ പോകുന്നത്. ശരിക്കും സ്കിൻ അണ്ടർടോൺസിനെ കുറിച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. പക്ഷെ അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തിനായിരിക്കും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇന്ത്യൻ സ്കിൻ ടോൺ എല്ലാവരും മിക്കവാറും അല്ലെങ്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫെയർ സ്കിന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ആയിരിക്കും. ഞാൻ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തിട്ടും എനിക്ക് പക്ഷേ കുറച്ച് നല്ല ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്ക് അണ്ടർടോൺ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന്റെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ സ്കിൻ അണ്ടർടോൺ കണ്ടുപിടിക്കാൻ പറ്റിയ കുറച്ച് പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയ എന്നാൽ സിമ്പിൾ ആയ കുറച്ച് മെത്തേഡ്സ് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സ്കിൻ അണ്ടർടോൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളുടെ ബേസിക് സ്കിന്നിന്റെ പ്രൈമറി ടോൺ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കളറാണ്. നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്ന കളർ. ചില ആൾക്കാർ ഫെയർ ആയിരിക്കും, വീറ്റിഷ് ആയിരിക്കും, ഡസ്കി ആയിരിക്കും, ബ്രൗൺ സ്കിൻ ആയിരിക്കും, ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ കുറേ കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് എല്ലാം നമ്മുടെ പ്രൈമറി സ്കിൻ ടോൺ ആണ്. ഇനി സ്കിന്നിന്റെ അണ്ടർടോൺ എന്ന് പറയുന്നത് എന്താ പറയുക, അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു എന്താ പറയുക സ്കിൻ അണ്ടർടോൺ ഇന്ന കളർ എല്ലാ കളറൊന്നും പറഞ്ഞല്ല നമ്മൾ പറയാം. രണ്ട് തരത്തിലാണ് സ്കിൻ അണ്ടർടോൺ പറയാം, ഏത് വാം ഓർ കൂൾ. ഇനി രണ്ടും കറക്റ്റായിട്ട് ഈക്വൽ ആയി വന്നാൽ നമ്മൾ അത് ന്യൂട്രൽ എന്ന് പറയും. എന്നാലും ബേസിക്കലി രണ്ട് ടൈപ്പേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ വാം അണ്ടർടോൺ അല്ലെങ്കിൽ കൂൾ അണ്ടർടോൺ. ഈ അണ്ടർടോൺസ് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള കളേഴ്സ് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഈ സ്കിൻ കളർ ഉണ്ടാക്കാൻ ഇപ്പോൾ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ഒരു സ്കിന്നിന്റെ ഷെയ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഷെയ്ഡ് നമുക്ക് മിക്സ് ചെയ്ത് ഒരാളുടെ ഫേസോ അല്ലെങ്കിൽ സ്കിന്നോ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചുമ്മാ ബ്രൗൺ എടുത്തിട്ട് അതിനകത്ത് വൈറ്റ് മിക്സ് ചെയ്തൊന്നല്ല കളർ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അതിൽ പിങ്ക് ഉണ്ടാവും. ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് പിങ്ക് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, റെഡ്സ് ഉണ്ടാവും, പല യെല്ലോസ് ഉണ്ടാവും. പലതരത്തിലുള്ള കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ആൾക്കാരുടെ റിയൽ സ്കിൻ ടോൺ നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിൽ ഈ പോർഷനിൽ കാണുന്ന കളർ ഒന്ന് നിങ്ങൾ പെയിന്റ് എന്തൊക്കെ തരത്തിലുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ കളർ കിട്ടാമെന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോമാണോ കൂളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്തെടുക്കുക, കറക്റ്റ് കളർ കിട്ടുന്ന വരെ ചെയ്തെടുക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവണം. ഞാൻ ഇവിടുത്തെ കളർ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് എല്ലാവരുടെയും കമ്പാരിറ്റീവ്ലി കുറച്ച് വാമായിരിക്കും. കാരണം അതിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും എല്ലാവരുടെയും ഫേസിനും. ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും അണ്ടർടോൺ കണ്ടുപിടിക്കുന്നതിനൊക്കെ സെയിം തിയറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫേസ് കുറച്ചൊരു റെഡിഷ് എലമെന്റ് അവരുടെ എല്ലാവരുടെയും ഫേസിനുണ്ടാവും. ഹോർമോൺസിന്റെ ഉണ്ട്, ബ്ലഡ് സർക്കുലേഷന്റെ ഉണ്ട്, അങ്ങോട്ടുള്ള ആ ഒരു അതുകൊണ്ട് അത് നമ്മൾ ഫേസിന്റെ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ മാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ മാച്ച് ചെയ്യുന്നത് ഇവിടെയുള്ള കളർ മിക്കവാറും ടൂ കളർ അത്. അപ്പം ഇനി നമ്മൾ അണ്ടർടോൺ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ മെത്തേഡ്സിലേക്ക് കടക്കാം. ഞാനൊരു 4-5 മെത്തേഡ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മൾ ബേസിക്കലി എല്ലായിടത്തും കാണുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈക്കകത്തല്ലേ കൈയുടെ ഉള്ളിലുള്ള വെയിൻസിന്റെ കളർ നോക്കാം. ഇനി കൈയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെയോ നമ്മൾ ബ്ലഡ് എടുക്കുന്ന ഇവിടെ നോക്കാം, അല്ലെങ്കിൽ നെക്കിൽ നോക്കാം. നിങ്ങൾക്ക് എവിടെയാണോ വെയിൻസ് വിസിബിൾ ആയിട്ടാണോ നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും വെയിൻസ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബ്ലഡ് എടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി നോക്കിയാൽ കുറച്ചൊന്ന് പൊങ്ങി വരും. എന്നാലും എൻ്റെ വെയിൻസ് നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല, വളരെ ഫെയിന്റ് ആണ്. എൻ്റെത് സ്ലൈറ്റ്ലി ഗ്രീനിഷ് കളറാണ് എൻ്റെ വെയിനുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള വെയിൻസ് ആണ് കാണുക. ഒന്നില്ലെങ്കിൽ ഗ്രീനിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒലിവ് ആ ടൈപ്പ് ഷെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ ഓർ പേർപ്പിൾ ആയിരിക്കും. ബ്ലൂ ഓർ പേർപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ ഒരു കൂൾ അണ്ടർടോൺ ആണ്. ഗ്രീൻ ഓർ ഒലിവ് ഷെയ്ഡ് ആണെങ്കിൽ വാം അണ്ടർടോൺ. അതാണ് ഏറ്റവും ബേസിക് റൂള്. പക്ഷേ എങ്ങനെ ആക്സസ് ഇപ്പോൾ എൻ്റെ സ്കിന്നിലൊന്നും അത്ര പെട്ടെന്ന് അത് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രിഫറബിളി ഇതെല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുക. നല്ല ലൈറ്റ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ല, ഭയങ്കര സ്ട്രോങ് സൺലൈറ്റും അല്ല. സ്ട്രോങ് സൺലൈറ്റിൽ ആക്ച്വലി സ്കിന്നിന്റെ കളറൊക്കെ നന്നായി പുറത്തു വരും. പക്ഷെ നമ്മുടെ കണ്ണുകൾ പ്യൂപ്പിൾസ് വളരെ കൺസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല, അല്ലെ അത്ര നന്നായിട്ട് കളർ പെർസീവ് ചെയ്യാനുള്ള നമുക്ക് വെയിലത്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഡേ ലൈറ്റ് ഈക്വലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടില്ല നിങ്ങളുടെ മുഖത്തിന്റെ രണ്ട് സൈഡും നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ ഒക്കെ രണ്ട് സൈഡ്സ് കാണാൻ പറ്റുന്ന രീതിയിൽ ഈക്വലി ഡേ ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പം അതൊന്നാമത്തെ കാര്യം. 2, കംപ്ലീറ്റ്ലി മേക്കപ്പ് ഫ്രീ ആയിരിക്കുക നിങ്ങളുടെ ഫേസ്. ഈവൻ മോയ്സ്ചറൈസർ പോലും ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചില മോയ്സ്ചറൈസേഴ്സ് ടിൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒന്നും ഇടരുത് ഒരു തരത്തിലല്ല. ഈവൻ എന്താ പറയുക
ഈ ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യുക. അത് കളറിലാണെങ്കിൽ എന്ത് ടൈപ്പ് ജ്വല്ലറി ആണെങ്കിലും റിമൂവ് ചെയ്യുക. പ്രിഫറബിളി നിങ്ങൾ വെയർ ചെയ്തിരിക്കുന്ന ക്ലോത്ത്സ് ബ്ലാക്കോ അല്ലെങ്കിൽ അങ്ങനെ സിംഗിൾ കളർ കുറേ എല്ലാ കളറും കൂടെയുള്ള ഡ്രസ്സൊന്നും ഇടാതിരിക്കുക. ഹെയർ നിങ്ങൾ പുറകിലേക്ക് വലിച്ച് കെട്ടി വെക്കുക. പക്ഷെ നിങ്ങൾക്ക് വേറെ കളേഴ്സിന് ഇന്റർഫിയറൻസ് ഒന്നും വന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ അണ്ടർടോൺ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഏറ്റവും മിനിമം മേക്കപ്പ് ഇടാവരുത്, നല്ല ലൈറ്റുള്ള സ്ഥലമായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. ഈ വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ നെക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും ഫേസിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു ഫേസ് കുറച്ചുകൂടെ റെഡിഷ് ആയിരിക്കും. ഇപ്പം ലൈറ്റിന് ഇതുകൊണ്ടിട്ട് ഇതിങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വൈറ്റ് പേപ്പർ നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ ഈ ചെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നെക്ക് ഏരിയയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഈ വൈറ്റ് പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ സ്കിൻ റെഡിഷ് ആയിട്ടാണോ അതോ യെല്ലോയിഷ് ആയിട്ടാണോ തോന്നുന്നത് എന്ന് നോക്കാം. ആക്ച്വലി എനിക്ക് ഈ മെത്തേഡ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മനസ്സിലാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കും. ഈവൻ ദിസ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ഞാൻ അഗെയിൻ യൂട്യൂബിൽ കണ്ടതാണ്, ബട്ട് ദിസ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. സോ ഐ വെന്റ് ഓൺ ടു ദ നെക്സ്റ്റ് മെത്തേഡ് വിച്ച് ആക്ച്വലി വർക്ക് ഫോർ മീ. നിങ്ങളിത് കമ്പയർ ചെയ്ത് നോക്കും. കുറച്ചുകൂടെ ബെറ്റർ ആയി കിട്ടാൻ എളുപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇഫ് ഇറ്റ്സ് പോസിബിൾ വേറെ ഡ്രസ്സൊന്നും വരാതെ ഒരു വൈറ്റ് ടവൽ കൊണ്ടിട്ട് ഫുൾ കവർ ചെയ്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവായിരിക്കും. ഞാൻ ഈ ബ്ലാക്കും വൈറ്റും കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ കിട്ടാത്തത് നിങ്ങളുടെ ന്യൂട്രൽ ടോൺ ആയതുകൊണ്ടും ആവാം. നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ട് ന്യൂട്രൽ ആണെന്ന് ആവട്ടെ. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ എനിക്ക് സക്സസ്ഫുൾ ആയ മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ സിൽവർ ആൻഡ് ഗോൾഡൻ ജ്വല്ലറി എടുക്കുക. ഓൾമോസ്റ്റ് സെയിം സൈസസിലുള്ള സിൽവർ ആൻഡ് ഗോൾഡൻ എന്തെങ്കിലും 2 പീസ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ സ്കിന്നിനോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എഗെയിൻ ആസ് ഐ സെഡ് നെക്കിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു ഗ്ലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ഫീൽ തോന്നിക്കുന്നതെന്നൊന്ന് നോക്കാം. നിങ്ങൾ അടുത്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടെ മോം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്ലോ ഉള്ള പോലെ ഇത്തിരി കൂടെ ഹെൽത്തി ആയിട്ടുള്ള പോലെ തോന്നിക്കുന്നത് എന്ന് നോക്കാം. ഇൻ മൈ കേസ് ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഓൾമോസ്റ്റ്. എന്നാലും നമ്മൾ വെയർ ചെയ്യുമ്പോൾ സംഹൗ ഗോൾഡൻ മേക്സ് മീ ലുക്ക് ബെറ്റർ. അത് എന്തുകൊണ്ടെന്നൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സിമ്പിളായി നോക്കിയാൽ മിക്കവാറും ആൾക്കാർക്ക് ബ്രെയിനിന് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഐ ഉണ്ട്. നമ്മളത് കോൺഷ്യസ്ലി ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി സിൽവർ ആണോ ഗോൾഡൻ ആണോ എന്ന് നോക്കുക. എനിക്ക് സിൽവർ ചേരണമെങ്കിൽ സിൽവർ ഈ പറഞ്ഞ പോലെ ഓക്സിഡൈസ് സിൽവർക്ക് ആണെങ്കിൽ മാത്രമേ ചേരൂ. പ്യുവർ നല്ല വൈറ്റ് സിൽവർ എനിക്ക് ഒട്ടും ചേരില്ല. അപ്പൊ അങ്ങനെയാണ് എന്റെ സ്കിന്നിന്റെ അണ്ടർടോൺ വാം ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വേറസ് ഗോൾഡൻ എന്തിട്ട് കഴിഞ്ഞാലും ഗോൾഡൻ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ചേർച്ചയായിരിക്കും. എന്റെ സ്കിന്നിന് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇനി നിങ്ങൾ ഈ പാദസരമൊക്കെ ഇടുവാണെങ്കിൽ ഇപ്പം സിൽവർ പാദസരം മിക്കവാറും ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒന്നും ചെയ്യില്ല, ചില ആൾക്കാർക്കേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ കാല് കറുത്തിരുന്നിട്ടാണെന്ന്. പക്ഷെ ആക്ച്വലി അതുകൊണ്ടല്ല. ചില നല്ല ഡാർക്ക് ബ്രൗൺ സ്കിൻഡായിട്ടുള്ള ചില ആൾക്കാർക്ക് ഈ സിൽവർ പാദസരം കിട്ടാൻ എന്ത് രസമാണെന്ന് കാണാൻ. അപ്പോൾ അത് സ്കിന്നിന്റെ അണ്ടർടോൺ ആണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ടെസ്റ്റ് ആണ്. ഇത് അത്യാവശ്യം ഈസിയാണ് കണ്ടുപിടിക്കാൻ. ഗോൾഡൻ ആണോ സിൽവർ ആണോ ഏത് ജ്വല്ലറി ആണ് നിങ്ങളുടെ സ്കിൻ ടോണിൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയി തോന്നിക്കുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇത്രയാണ് നമ്മുടെ സോക്കോൾഡ് യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഇന്റർനെറ്റ് നമുക്ക് പറഞ്ഞു തരുന്ന ടിപ്സ്. ഇനി ഞാൻ മനസ്സിലാക്കിയ വേറെ കുറച്ച് ടിപ്സ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചില ആൾക്കാരുടെ സ്കിൻ അങ്ങ് എന്താ പറയുക കുറച്ചും കൂടെ ഡാർക്ക് ആവും. അവരുടെ കളറ് കുറച്ചും കൂടെ അങ്ങ് ഡാർക്കായി വരിക ചെയ്യാം. കുറച്ച് ഓയിലി ആവും, അതൊക്കെ ഉണ്ടാവും. കുറച്ചും കൂടെ നമ്മൾ ശരിക്കും പറയും എന്താ പറയുക വെയിലത്ത് പോയതിന്റെ നിറം കുറഞ്ഞത്. ആക്ച്വലി നിറം കൂടുകയാണ് ചെയ്യണത്. അങ്ങനെ ഡാർക്ക് ആവുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ സ്കിന്നിൽ ബ്രൗൺ എലമെന്റ് കൂടി വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുള്ള പിഗ്മെന്റ്സിനെ സൺ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡാർക്ക് ആവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വാം സ്കിൻഡാണ് അല്ലെങ്കിൽ വാം അണ്ടർടോൺഡ്. അതേസമയം ചില ആൾക്കാർ അങ്ങ് വെയിലത്ത് പോയി ഇങ്ങനെ ചുവന്നങ്ങ് വരും, അല്ലെങ്കിൽ കറുത്തു പോകും. ഐ മീൻ ബ്രൗൺ ആവാന്നല്ല, അതായത് ടാൻഡ് ആവുന്നത് കരിവാളിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ടാൻ വരുന്ന പോലെയല്ല. ചില ആൾക്കാർ ഇങ്ങനെ നമുക്ക് അവരുടെ മുഖം ഇച്ചിരി നേരം ഐ മീൻ ഐ യൂസ് ടു ഹാവ് ദിസ് ഫ്രണ്ട്, ഇച്ചിരി നേരം വെയിലത്തുനിന്നാതെ അവരുടെ മുഖം ഇങ്ങനെ എന്താ പറയാ അങ്ങ് വേറെ കളറായ മതിയെ വരാം. ലൈക്ക് ശരിക്കും ബ്ലാക്ക് അവരുടെ സ്കിന്നിന്റെ അടിയിലുള്ള പോലെ തോന്നാം, അല്ലെങ്കിൽ ബ്ലൂ ആക്ച്വലി അവരുടെ സ്കിന്നിന്റെ അടിയിലുള്ള പോലെയാ തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കൂൾ അണ്ടർടോൺഡ് ആയിരിക്കും. ഇനിയിപ്പം നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആൾക്കാർ അങ്ങ് വെയിലത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെ എന്താ പറയുക തക്കാളി വരുന്ന പോലെ അത്രയ്ക്ക് ഇങ്ങനെ ചുവന്ന് വരും. ചില ആൾക്കാർ ചുമ്മാ അങ്ങ് ടാൻഡ് ആവുകയുള്ളൂ. അപ്പൊ അതാണ് ആക്ച്വലി ഫോറിനേഴ്സ് ഐ മീൻ ഈ ടാൻഡ് ലുക്ക് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയ കുറച്ചുകൂടെ വാം അങ്ങനത്തെ ഒരു അണ്ടർടോൺ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്
അവര് കുറച്ച് ഈ ടാനിങ് ഇതിനൊക്കെ പോയി ചെയ്യിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതാണ് എന്റെ സ്വന്തം മെത്തേഡ്സിൽ ഒന്നാണ് അത്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുടി എടുത്ത് നോക്കുക. എല്ലാവരുടെ മുടിക്കും ഒരു അണ്ടർടോൺ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ചില ആൾക്കാരുടെ മുടി നല്ല ബ്ലാക്ക് ആയിരിക്കും, ചില ആൾക്കാരുടെ മുടി ബ്രൗൺ ആയിരിക്കും, അങ്ങനെയൊക്കെ തോന്നും. എന്നാലും നമ്മുടെ ഇന്ത്യൻ നാച്ചുറൽ ഹെയർ കളർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. പക്ഷെ ഇതിന് ആക്ച്വലി അണ്ടർടോൺ ഉണ്ട്. നിങ്ങൾ ഇത് സൺലൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ അണ്ടർടോൺ എന്നുള്ളത്. ചില ആൾക്കാരുടെ മുടി എത്ര സൺലൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിന് വരുന്ന അണ്ടർടോൺ എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു വാം ആയിട്ടുള്ള അണ്ടർടോൺ അല്ലെങ്കിൽ ബ്രൗണിഷ് ടിഞ്ചൊക്കെ ആയിരിക്കും മുടിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്റെ മുടിക്ക് ഇവിടെ സൺലൈറ്റിൽ കൊണ്ടുപോയില്ലെങ്കിൽ കൂടെ എന്റെ മുടി ഡാർക്ക് ബ്രൗൺ കളറാണ്. അത് അഗെയിൻ കളേർഡ് ഒന്നും ആയിരിക്കരുത് മുടി, ഹെൽത്തി ആയിട്ടുള്ള മുടിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഗ്രേ ഹെയർസ് വരുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിച്ചോ. ചില ആൾക്കാരുടെ ഗ്രേ ഹെയർസ് വരുന്നത് വൈറ്റ് ആ വൈറ്റ് ആസ് ഈ ബ്ലാക്ക് ഹെയർ അങ്ങ് ഗ്രേ ആയി മാറും, അത്രയേ ഉള്ളൂ. പക്ഷെ ചില ആൾക്കാരുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആദ്യം ഒന്ന് ബ്രൗൺ പോലെയായി പതുക്കെ ബ്രൗണിൽ നിന്നാണ് അത് പിന്നെ ഗ്രേ ആയി മാറുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ ചെമ്പിച്ചു മുടിയുള്ള ആൾക്കാർ നമ്മൾ കുറെ കാണാറുണ്ട്. അവരുടെയൊക്കെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കുറച്ച് നല്ല വാം കഴിഞ്ഞാൽ നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും കുറച്ച് വാം കളർ ആയിരിക്കും അവരുടെ. അപ്പം ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഈ സോക്കോൾഡ് മെഷേഴ്സിലൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വെയിലത്തിറങ്ങി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി നോക്കുക, അല്ലെങ്കിൽ ഈ ഗോൾഡൻ സിൽവർ ഓർണമെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും മെത്തേഡ്സിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന്റെ അണ്ടർടോൺ കണ്ടുപിടിക്കാൻ പറ്റുക. ഇനി കണ്ടുപിടിച്ച അണ്ടർടോൺ കൊണ്ട് എന്ത് ചെയ്യണം? അതാണ് ഈ അണ്ടർടോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അണ്ടർടോണിന്, അതായത് നിങ്ങളൊരു വോം അണ്ടർടോൺ, ഇപ്പൊ ഞാൻ വോം അണ്ടർടോൺ ആണ്, വോം അണ്ടർടോൺ ഉള്ള ആൾക്കാർക്ക് വോം കളേഴ്സ് ആയിരിക്കും ചെയ്യാം, അതായത് എർത്ത് കളേഴ്സ്, യെല്ലോസ്. പക്ഷെ അതിലൊരു കാര്യം വെച്ചാൽ ഏതൊരു ടോൺ ബ്ലൂ എടുക്കുവാണെങ്കിൽ ബ്ലൂവിന് തന്നെ വോം അണ്ടർടോണും ഉണ്ട്, കൂൾ അണ്ടർടോൺ, ഐ മീൻ വോം ആയിട്ടുള്ള ബ്ലൂ ഉണ്ട്, കൂൾ ആയിട്ടുള്ള ബ്ലൂ ഉണ്ട്. അതുപോലെ റെഡിനുണ്ട്, യെല്ലോയ്ക്ക് ഉണ്ട്. എല്ലാത്തിനും കുറച്ചും കൂടെ വോം ആയിട്ടുള്ള ഷെയ്ഡും കൂൾ ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേറെ ആണെങ്കിലും അതിന്റെ വോം ഷെയ്ഡ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി വോം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വാർഡ്രോബിൽ തന്നെ, നമുക്ക് ഇത്ര നാൾ അറിയില്ലായിരുന്നല്ലോ, അപ്പൊ നമ്മൾ എല്ലാ തരത്തിലുള്ള കളേഴ്സും വാങ്ങിച്ചു വയ്ക്കും. നിങ്ങളുടെ വാർഡ്രോബ് തന്നെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വാം കളേഴ്സ് ഉണ്ട്, എത്ര കൂൾ കളേഴ്സ് ഉണ്ട്. മിക്കവാറും നിങ്ങളുടെ കയ്യിൽ കൂടുതൽ വാം തന്നെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അറിയാം. ഇറ്റ് മേക്സ് എസ് ലുക്ക് ഗുഡ്. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ചില കളേഴ്സ് ഇട്ട് കഴിയുമ്പോൾ കളറിന്റെ അല്ലെങ്കിൽ എന്താ പറയാ കട്ടും സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ചില കളർ കഴിയുമ്പോൾ നമുക്ക് എന്തോ മാറി തോന്നും. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ എടുക്കലുണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് നിങ്ങളുടെ വാർഡ്രോബിൽ തന്നെ നോക്കുക, നിങ്ങൾക്ക് എത്ര കൂൾ കളേഴ്സ് അല്ലെങ്കിൽ എത്ര വാം കളേഴ്സ് ഉണ്ട് എന്നുള്ളത് അതനുസരിച്ച് എടുക്കുക. ചില ആൾക്കാർ പറയും ലൈറ്റ് കളറിലുള്ള ചെരുപ്പൊന്നും ഇട്ടാൽ എനിക്ക് ചേരില്ല, എപ്പോഴും ബ്ലാക്ക് കളറിലെ ചെരുപ്പിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആക്ച്വലി ലൈറ്റ് കളറിലെ ചെരുപ്പിട്ടാൽ എല്ലാവർക്കും ചേരും. പക്ഷെ നിങ്ങളുടേത് വാം ആണോ കൂൾ ആണോ നോക്കി നിങ്ങൾ ലൈറ്റ് കളർ സെലക്ട് ചെയ്യണം. ഇപ്പൊ വൈറ്റ് ചെരുപ്പ് ഒരു കൂൾ അണ്ടർടോൺ ഉള്ള ആൾക്ക് ചേരും, പക്ഷെ പെർഫെക്റ്റ് വൈറ്റ് വാം അണ്ടർടോൺ ഉള്ള ആളുടെ കാലിന് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ച് നോക്കിയെടുക്കുക. അതുപോലെ ആക്സസറീസ് ഈ പറഞ്ഞ പോലെ ഗോൾഡ് ആൻഡ് സിൽവർ നോക്കുക. എന്നിട്ട് നിങ്ങൾ വാം അണ്ടർടോൺ ഉള്ള ആളാണെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യുക, കൂൾ അണ്ടർടോൺ ആണെങ്കിൽ സിൽവർ യൂസ് ചെയ്യുക. ഇനി മേക്കപ്പ് ആണെങ്കിലും വാം അണ്ടർടോണിന് ചേരുന്ന എന്താ പറയാ അതൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ സ്കിൻ അണ്ടർടോൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന എല്ലാം കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഐ ഷാഡോസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എങ്ങനത്തെ മേക്കപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കും. അതുപോലെ ഹെയർ കളറൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിൻ ടോണിനായിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഫെർദർ സംസാരിക്കാം, എങ്ങനെയാണ് സ്കിൻ ടോണും ഹെയർ കളറും മാച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പം അതുപോലെ ഈവൻ നിങ്ങൾ കോൺടാക്ട് ലെൻസ് വെക്കുവാണെങ്കിൽ അത്, നെയിൽ പോളിഷ് സെലക്ട് ചെയ്യുമ്പോൾ അതായത് നമുക്ക് ചിലപ്പോൾ ഒരു പെർഫെക്റ്റ് നെയിൽ പോളിഷ് ഷെയ്ഡ് കിട്ടും, പിന്നെ ആ സാധനം അന്വേഷിച്ചാൽ കിട്ടില്ല. അത്രയും മാച്ചുള്ള വേറെ ഒരെണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ അതെങ്ങനെ, ഐ മീൻ എന്തുകൊണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ചേർന്നെന്ന് മനസ്സിലായി നിങ്ങൾക്ക് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ളത് പിക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, നമ്മൾ പെട്ടെന്നൊരു കളർ കാണുമ്പോൾ വിചാരിക്കും ഓ ഇത് ഇയാൾക്ക് നല്ല ചേർച്ചയായിരിക്കും, പക്ഷെ കയ്യിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ അത് പിക്ക് ചെയ്ത ആൾക്ക് നല്ല രസം ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഈ അണ്ടർടോൺസിന്റെ ഒരു കളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അണ്ടർടോൺ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള കളറിലെ ഡ്രസ്സ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതിന് നിങ്ങൾ നല്ലോണം ട്രെയിൻ ചെയ്താൽ ഇഫ് യു ഹാവ് എൻ ഐ ഫോർ ഇറ്റ് അത് എളുപ്പമാണ്. അപ്പോൾ വീട്ടിലുള്ള നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ അണ്ടർടോൺ ഏതാണ്, വാം ആണോ കൂൾ കളർ ആണോ എന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് ചേരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പഠിക്കുക, എന്നാലും എളുപ്പമായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ അണ്ടർടോൺ കണ്ടുപിടിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരുടെ സ്കിന്നിനും അണ്ടർടോൺ ഉണ്ട്.
എവറി സിംഗിൾ പേഴ്സൺ ഹാസ് എൻ അണ്ടർടോൺ. അത് വാമിംഗ് അല്ലെങ്കിൽ കൂൾ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത്രയും മെത്തേഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് എന്തായാലും കണ്ടുപിടിക്കണം. സോ കമന്റേഴ്സ് ആൻഡ് ലെറ്റസ് നോ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലാണ് നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്, ഏത് മെത്തേഡായിരുന്നു എളുപ്പം, ഈ സാധാരണ ഏത് മെത്തേഡ്സ് ആയിരുന്നു, അത് എന്റെ മെത്തേഡ്സ് ആയിരുന്നു എളുപ്പം എന്നൊക്കെ പറയാം. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ഹാക്കായി തിരിച്ചു വരുന്നവരെ ചരാ.